ശബരിമല സ്ത്രീ പ്രവേശന നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഇന്നിപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി CPM ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. CPM എന്നുള്ള ഒരു പാർട്ടി നമുക്കറിയാമല്ലോ. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടിയല്ല CPM എന്നുള്ളതും. അതിന്റെ ഔദ്യോഗിക തലത്തിൽ നമുക്കറിയാം വിശ്വാസികൾ ഇരിക്കാൻ യോഗ്യരല്ല എന്നും തുറന്നു പറഞ്ഞത് ശ്രീ സംസ്ഥാന സെക്രട്ടറി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് തങ്ങളുടെ നിലപാടെന്ന് തുറന്നു പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണല്ലോ. ഇന്ന് നിലപാട് മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നു. ഈ വിശ്വാസങ്ങളെ അനുകൂലിക്കുന്ന ഒരു തലത്തിലേക്ക് തങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെ നോക്കിയാണെന്നു അതിനെ? തീർച്ചയായും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായകമായ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനായിരുന്നു സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ നിരവധിയായ നൂറുകണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ശബരിമലയിലെ അയ്യപ്പ പ്രതീക്ഷ വിശ്വാസികൾ കാണുന്നത്, കലിയുഗവരതനായ കാനനവാസനായ അയ്യപ്പനെ കാണുന്നത് നിത്യബ്രഹ്മചാരിയായ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 50 വയസ്സിനും 55 വയസ്സ് മുകളിലുള്ള, അതായത് ആർത്തവം വരുന്നതിന് മുമ്പ് ആർത്തവം നിലച്ചതിന് ശേഷവും സ്ത്രീകൾക്ക് ശബരിമല സന്നിധാനത്ത് പോകാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് കേരളത്തിലെ ലക്ഷോപലക്ഷം ഭക്തർ, കേരളത്തിലെ കോടിക്കണക്കിന് ഭക്തർ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ പറയുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം പൊളിച്ചെഴുതുമ്പോഴല്ലേ അവിടെ നവോത്ഥാനം സൃഷ്ടിക്കേണ്ടത് ഒരു വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ മുറിവേൽപ്പിച്ചല്ല എന്നൊരു യാഥാർത്ഥ്യം അംഗീകരിക്കണം. സതിയെയും ശബരിമല യുവതീ പ്രവേശനത്തെയും ഒരേ നാണയത്തിന്റെ വശങ്ങളായി കാണാൻ നമുക്ക് ഒരിക്കലും തയ്യാറല്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ നൂറുകണക്കായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, കേരളത്തിന്റെ നൂറുകണക്കായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശബരിമല സന്നിധാനത്തെ ഒഴികെയുള്ള എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് എല്ലാ സമയവും പ്രവേശനമുണ്ട്. അവർക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ഇടമുണ്ട്. അവർക്ക് പോയി പ്രാർത്ഥിക്കാം. തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും ആവലാദികളും എല്ലാം അയ്യപ്പന്റെ മുന്നിൽ അവർക്ക് പറയാം. അവർക്ക് തിരിച്ചു വരാം. അവർക്ക് ഒരു നീരാഞ്ജനം വഴിപാടായി നൽകാം. അവർക്ക് ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കാം. എന്തും ചെയ്യാം. പക്ഷേ ശബരിമല അയ്യപ്പ ക്ഷേത്രം, അവിടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം കലിയുഗവരതനായ അയ്യപ്പൻ ശബരിമലയിലെ 18 മലകളുടെ നടുക്ക് കാനന മധ്യത്തിൽ നിൽക്കുന്നത് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കേരളത്തിലെ മറ്റൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാൻ ഇത്തരം 41 ദിവസത്തെ വ്രതമെടുക്കണ്ട. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി മനസ്സിനും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ച് അവിടെ അയ്യപ്പ സന്നിധാനത്തെത്തി അയ്യപ്പന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവിടെ അയ്യപ്പനോട് പ്രാർത്ഥിച്ച് തിരിച്ച് 18 പടി ചവിട്ടി അയ്യപ്പന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ച് തിരിച്ച് മലയിറങ്ങി മറ്റേ ആഴിയിൽ തങ്ങളുടെ നെയ്ത്തേങ്ങ എറിഞ്ഞതിന് ശേഷം തിരിച്ച് മലയിറങ്ങുന്ന ഓരോ അയ്യപ്പ ഭക്തനും ആത്മസായുജ്യത്തോടു കൂടിയാണ് മലയിറങ്ങുന്നത്. അടുത്ത തവണയും തങ്ങൾക്ക് വരാൻ കഴിയണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ അയ്യപ്പ വിശ്വാസിയും മലയിറങ്ങുന്നത്. അവിടെയാണ് അന്ധവിശ്വാസത്തിന്റെ ഭാഗം, ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹൈന്ദവ മതവിശ്വാസം തങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം അവിടെ സംരക്ഷിക്കപ്പെടണം. തൊട്ടപ്പുറത്തെ ബാബർ പള്ളിയിൽ അവിടെ പോയിട്ടാണ് അയ്യപ്പ ഭക്തൻ ശബരിമല സന്നിധാനത്തേക്ക് ഓരോ വിശ്വാസിയുടെയും വിശ്വാസം. ഞാൻ പറയട്ടെ, സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് കേരളത്തിലെ ശബരിമല സന്നിധാനത്തെ തകർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു. അവിടെ കേരളത്തിലെ ഒരു സ്ത്രീക്കും, അതായത് CPM കുടുംബത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ CPMന്റെ ഒരു നേതാവിന്റെ ഭാര്യയും ശബരിമല സന്നിധാനത്ത് ദർശനം നടത്താൻ ഇന്നുവരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഈ 2 CPM, പിന്നെ കുറെ ആളുകളുണ്ട്, അവർക്കൊന്നും ശബരിമലയിലെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ കഴിയുന്നത് യാഥാർത്ഥ്യം. ഈ 2 സ്ത്രീകളെ സർക്കാരിന്റെ ഒരു വാശിപ്പുറത്ത് വനം വകുപ്പിന്റെ ഒരു ജീപ്പിനകത്ത് ഇവരെ പാതിരാത്രി 18 പടി കയറ്റാതെ ശബരിമലയുടെ പിന്നാമ്പുറത്തു കൂടി കടന്നു വരികയാണ്. അതുകൊണ്ട് എന്നിട്ട് അവിടെ അവർ ശബരിമലയുടെ മുന്നിലെത്തി വണങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ച CPM എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്നോക്കം പോയെന്ന് ചോദിച്ചാൽ, ശബരിമലയിലെ 2 സ്ത്രീകളെ കയറ്റിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പാർട്ടി തോൽക്കുകയാണ്. CPMന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും തോറ്റമ്പിയ, അതിനുശേഷം ബോധോദയമുണ്ടായി. ശബരിമല ഒരു കാരണമാണ്. കാരണം പാർട്ടി കുടുംബത്തിലെ സ്ത്രീകളുടെ വോട്ട് പോലും CPMന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, CPMന് വിലയിരുത്തൽ നടത്തേണ്ടി വന്നു. തങ്ങൾക്ക് വോട്ട് ലഭിക്കാത്തത് ശബരിമല വിഷയം മുൻനിർത്തിയാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മണ്ഡല മകരവിളക്ക് സീസണിൽ
ഒരു സ്ത്രീയെ കയറ്റാൻ പോലും അല്ല, സി പി എം തയ്യാറായില്ല എന്ന് മാത്രമല്ല എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം സി പി എമ്മിനുണ്ടായി. എടുത്ത നിലപാടിൽ നിന്ന് സി പി എം പിന്നോട്ട് പോയി. ഇന്നും എം വി ഗോവിന്ദൻ പറയുന്നു സനാതന ധർമ്മം എന്നുള്ളത് അശ്ലീലമാണെന്ന് എം വി ഗോവിന്ദൻ തുറന്നു. സനാതന ധർമ്മം അശ്ലീലമാണെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എം വി ഗോവിന്ദൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സി പി എം എന്നും വിശ്വാസികളൊപ്പമാണ്. സി പി എമ്മിന് ധൈര്യമുണ്ടോ? ആ സുപ്രീം കോടതി വിധി ഇന്നും സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറ്റാൻ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് ധൈര്യമുണ്ടോ? എം വി ഗോവിന്ദൻ ധൈര്യമുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ? നവോത്ഥാനം അവർക്ക് പാടാമെന്നല്ലാതെ ശബരിമല സന്നിധാനത്ത് സ്ത്രീയെ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം പാർട്ടിക്ക് അതിനുള്ള ധൈര്യമില്ല. നടപ്പിലാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലത്തിൽ വോട്ട് ഭയന്നുകൊണ്ട് തന്നെയാണ്. കാരണം അതിൽ സി പി എമ്മിന് കൃത്യമായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എം സ്വരാജ് നടത്തിയിട്ടുള്ള പ്രസ്താവന, മാളികപ്പുറത്തമ്മ, അതോടൊപ്പം തന്നെ അയ്യപ്പൻ ബ്രഹ്മചാരി, എം സ്വരാജ് ആ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞതെന്താ, ഞാൻ ആ രൂപത്തിലല്ല പ്രസ്താവന നടത്തുന്ന, പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് പിന്നോക്കം പോകേണ്ട ഗതികേട് സി പി എം. അതുപോലെ തന്നെ പൂജാരിമാർ അടിവസ്ത്രം ധരിക്കാറില്ല എന്നുള്ള ജി സുധാകരന്റെ അതിനുശേഷം അദ്ദേഹം ഒരുപാട് അത് തിരുത്തി പറയേണ്ട സാഹചര്യം വന്നു. ജി സുധാകരൻ നാട്ടിലെല്ലാരെയും വിമർശിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം ഭക്തൻ അല്ല. അതോടൊപ്പം തന്നെ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞതും ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരുടെ ഭാഗത്തു നിന്നായിരുന്നല്ലോ. അപ്പൊ സി പി എം എത്രയൊക്കെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിൽക്കാൻ ശ്രമിച്ചാലും സി പി എം എന്നും പ്രചരിപ്പിക്കുന്നത് ചിന്ത തന്നെയല്ലേ. നമ്മളെ കേരളത്തിലേറെ ചർച്ച ചെയ്ത വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാടിന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു, സന്ദേശം സിനിമ. സന്ദേശ സിനിമയില് സി പി എമ്മിന്റെ അവിടുത്തെ ബുദ്ധിജീവിയായ സി പി എമ്മിൽ ക്ലാസ് എടുക്കുന്ന കുമാരപിള്ള സാറ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അമ്പലവും ദൈവത്തിനൊക്കെ നമ്മുടെ പാർട്ടി എതിരാണ്. അപ്പൊ അതിൽ ഒരു കഥാപാത്രം അവതരിപ്പിച്ച ശ്രീനിവാസൻ പറയുന്നുണ്ട്, താങ്കള് തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. അതാണ് സി പി എം നേതാക്കന്മാരുടെ അവസ്ഥ. പുറത്ത് നിരീശ്വരവാദം പറയുമെങ്കിലും ഉള്ളിനുള്ളിൽ എല്ലാവർക്കും ദൈവവിശ്വാസമുണ്ട്. പല നേതാക്കന്മാരെ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പല നേതാക്കന്മാരും പല വഴിപാട് നടത്തിയതും പല അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പൂജ നടത്തിയതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ്. ആരെയും ഞാൻ വില കുറച്ച് കാണുന്നില്ല, അത് അവരുടെ വിശ്വാസമാണ്. ഒരുപക്ഷെ ഭയന്നിട്ടാവും അവർ പേര് പറയാതെ അല്ലെങ്കിൽ അത്തരത്തിൽ പൂജ നടത്തിയത്, അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഗണപതി ഹോമം നടത്തിയതൊക്കെ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്, നമുക്ക് അറിയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികവുറ്റ ഒരു ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് കൂടാത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഭക്തിയാണല്ലോ. അപ്പൊ ആ ഭക്തിയെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നത്. ഇവിടെ ബി ജെ പി ആയിരുന്നാലും അത് സി പി എം ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും അത് തന്നെ നിർവഹിക്കുന്നു. ഇന്നിപ്പോ ഈ പറയുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല വിഷയത്തിൽ കോൺഗ്രസും കേരളത്തിലെ ബി ജെ പിയും എടുത്ത നിർണായകമായ നിലപാട് അത് വിശ്വാസ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലപാട്. കാരണം അതല്ല, എന്ത് കപടതയുണ്ടെങ്കിലും കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ട്. അതായത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനെതിരെ നിയമനിർമ്മാണം നടത്തും, സുപ്രീം കോടതി വിധിക്കെതിരെ സഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തുമെന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുത്തു. അത് മാത്രമല്ല ആ സമരത്തിനകത്ത് ടി ബൽറാമിന്റെ അകത്ത് ടി ബൽറാം അല്ലല്ലോ, കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞ കെ പി സി അധ്യക്ഷനല്ലേ, അന്നത്തെ കെ പി സി അധ്യക്ഷനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞു. പ്രത്യക്ഷമായി സമരത്തിനിറങ്ങിയല്ലോ കോൺഗ്രസ്. നിലയ്ക്കലിൽ സമരത്തിനിറങ്ങിയ കോൺഗ്രസ് എല്ലാ ജില്ലകളിലും ഭക്തരുടെ 4 മേഖല ജാഥ നടത്തിയില്ലേ കോൺഗ്രസ്, വിശ്വാസ സംരക്ഷണ യാത്ര. ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ്, ഷാനിമോൾ ഉസ്മാൻ, കെ സുധാകരൻ, കെ മുരളീധരൻ, ഈ 4 നേതാക്കന്മാരായിരുന്നു ആ 4 മേഖല ജാഥകൾക്ക് നേതൃത്വം നൽകിയത്. കൃത്യമായി കോൺഗ്രസ് നിലപാട് പറഞ്ഞു. ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് തങ്ങൾ അനുകൂലമല്ലെന്ന നിലപാട് കോൺഗ്രസ് പറഞ്ഞു. ഇപ്പോൾ സി പി എം നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനാണ്. നഷ്ടപ്പെട്ടു പോയ അയ്യപ്പ ഭക്തരുടെ വോട്ട് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഭക്തർ ഇത് കൃത്യമായി തിരിച്ചറിയും. എന്തായാലും NSSും SNDPയും അനുകൂലം, സർക്കാരിന് അനുകൂലം. അല്ല, NSSും SNDPയും 2 ജാതി സംഘടനകളാണ്, ഈഴവ സംഘടനയും നായർ സംഘടനയുമാണ്. അതുകൊണ്ട് തന്നെ NSSനും SNDPക്കും അത്തരത്തിൽ ഭക്തരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാട് അവർക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് അതായിരിക്കും. ഒരുപക്ഷെ താങ്കൾക്ക് SNDP നിലപാട്, SNDP നേതാവ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് എന്നേക്കാൾ വ്യക്തമായി അറിയാവുന്ന ആളായിരിക്കും. എന്തുകൊണ്ടാണ്, ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാൻ, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഒരേ വിഷയത്തിൽ പല നിലപാട് സ്വീകരിക്കേണ്ട കാര്യം വന്നതെന്ന് താങ്കൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാമെന്നായിരിക്കും. അതുകൊണ്ട് SNDPയും NSSും എടുക്കുന്ന നിലപാട് ഭക്തർക്ക് അനുകൂലമായ നിലപാടായതുകൊണ്ടായിരിക്കും അവർ അത്തരത്തിൽ നിലപാടെടുത്തത്. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് എക്കാലത്തും ഭക്തർക്കൊപ്പമാണ്. ശബരിമലയിലെ ആചാരവും അനുഷ്ഠാനവും അതേപോലെ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന് എക്കാലത്തുമുള്ളത്.